കാടയെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ 6-7 മണിയാകുമ്പോൾ പൊതുവെ രാത്രിയാകുമ്പോൾ ഇരുട്ടാവാറുണ്ട്. എന്നാൽ ഈ സമയത്ത് പല ആളുകളും മുട്ട കൊടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തീറ്റ കൊടുക്കാൻ വേണ്ടിയോ വെള്ളം കൊടുക്കാൻ വേണ്ടിയൊക്കെ പൊതുവെ കൂട്ടിലേക്ക് ചെല്ലാറുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ സമയത്ത് പൊതുവെ കൂട്ടിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. 6-7 മണിക്കുള്ളിൽ തന്നെ മുട്ട പൊറുക്കാനുള്ള മുട്ട പൊറുക്കുകയോ വെള്ളം കൊടുക്കുകയോ തീറ്റ കൊടുക്കുകയോ ചെയ്യണം. പിന്നെ രാത്രി പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളെ കാട എത്ര പരിചയമുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു പക്ഷേ രാത്രി നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ നേല് കണ്ടു കഴിഞ്ഞാൽ അവർ പേടിക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പൊതുവേ മുട്ട കുറയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കാട കർഷകനെ സംബന്ധിച്ച് വളരെ നഷ്ടമേറിയ കാര്യമാണ് മുട്ടയുടെ എണ്ണം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർ കിട്ടുന്ന വരുമാനം വലിയ ലാഭത്തിൻ്റെ അളവ് പറ്റ കുറയാൻ സാധ്യതയുണ്ട്. പൊതുവേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാത്രി സമയങ്ങളിൽ കൂട്ടിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. പോയി കഴിഞ്ഞാൽ അവ പാറുകയോ അല്ലെങ്കിൽ ഓടാനോ അല്ലെങ്കിൽ പേടിച്ച് പിന്മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും രാത്രി സമയങ്ങളിൽ കൂട്ടിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾ പൂച്ചയോ അല്ലെങ്കിൽ നായയോ ഒക്കെ കൂട്ടിനടുത്തേക്ക് ചെല്ലുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അവയ്ക്ക് ആ സമയത്ത് പുറത്തേക്കുള്ളൊരു കാഴ്ച ഒഴിവാക്കാൻ വേണ്ടി ഒന്നുകിൽ ഷീറ്റ് ഇടുകയോ അല്ലെങ്കിൽ കൂടിൻ്റെ സീറ്റിലൂടെ എന്തെങ്കിലും കർട്ടൻ വെച്ച് മറക്കുകയോ എന്തായാലും നിങ്ങൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാട കൃഷി നല്ല രീതിയിൽ ലാഭമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാടയെ വളർത്തുന്നവർ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഒരിക്കലും അവ പേടിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മൾ എത്ര രീതിയിലും അല്ലെങ്കിൽ എത്ര നല്ല രീതിയിലും കാടനെ നോക്കുന്ന ആളാണെങ്കിൽ പോലും ആ സമയത്ത് രാത്രി സമയത്ത് കൂട്ടിലേക്ക് പോകരുത്. പോയി കഴിഞ്ഞാൽ അവർ പേടിക്കുകയും നിങ്ങൾക്ക് അതുകൊണ്ട് നഷ്ടമുണ്ടാവുകയും ചെയ്യും. കാടയെ വളർത്തുന്നവർ എല്ലാവരും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നല്ലതായിരിക്കും. അതുകൊണ്ട് പൊതുവേ കൂടുതൽ വളർത്തി പരിചയമുള്ള ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്. പുതിയ കർഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കാടകൃഷിയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.